അഭ്യാസ പ്രകടനങ്ങളുടെ അരങ്ങേറ്റം കഴിഞ്ഞ് ദ്രോണാചാര്യർ കൗരവ പാണ്ഡവ കുമാരന്മാരോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു. തന്നെ അപമാനിച്ച പാഞ്ചാല രാജനോട് ദ്രോണന് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. അതുകൊണ്ട് പാഞ്ചാല രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി തന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതായിരുന്നു തന്റെ ശിഷ്യന്മാരോട് ദ്രോണാചാര്യർ ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ. ഗുരുവിന്റെ ആഗ്രഹമനുസരിച്ച് ശിഷ്യന്മാർ സൈന്യ സന്നാഹങ്ങളുമായി പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു. ഗുരുവിന്റെ ആഗ്രഹം തങ്ങൾ നിറവേറ്റുമെന്ന ലക്ഷ്യത്തോടെ പാഞ്ചാല രാജ്യത്ത് ആദ്യമായി എത്തിച്ചേർന്ന ദുര്യോധന ദുശാസനാദികൾ ദ്രുപദനുമായുള്ള യുദ്ധത്തിൽ പരാജിതരായി മടങ്ങി. പിന്നെ ദ്രുപദനുമായി യുദ്ധം ചെയ്യാൻ പാണ്ഡവർ പാഞ്ചാല രാജ്യത്തെത്തി. പാണ്ഡവ സൈന്യവും പാഞ്ചാലനുമായി വളരെ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഭീമനും അർജുനനും കൂടി പാഞ്ചാല രാജാവായ ദ്രുപദനെ ബന്ധനസ്ഥനാക്കി ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി ദ്രോണാചാര്യർക്ക് സമർപ്പിച്ചു. അഗ്നിവേശ ഗുരുവിന്റെ ആശ്രമത്തിൽ സഹപാഠികളായിരുന്ന നാളുകൾ ഓർമ്മപ്പെടുത്തിയ ദ്രോണൻ പാഞ്ചാല രാജാവായ ദ്രുപദനോട് ചെറുപ്പത്തിലെ സുഹൃത് ബന്ധം തന്നെയോ എന്ന് ചോദിച്ചു. അന്ന് പാഞ്ചാല രാജസഭയിൽ വെച്ച് തന്നെ അപമാനിച്ചതിന് തന്റെ ശിഷ്യന്മാരാൽ താൻ ഇന്ന് പ്രതികാരം നിർവഹിച്ചു കഴിഞ്ഞതായി ദ്രോണൻ പാഞ്ചാലനെ അറിയിച്ചു. യുദ്ധത്തിൽ പരാജിതനായി ബന്ധനസ്ഥനാക്കപ്പെട്ടതിനാൽ പാഞ്ചാല രാജ്യം ഇനിമേൽ തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെങ്കിലും പഴയ സുഹൃത് ബന്ധം കണക്കിലെടുത്തുകൊണ്ട് മാത്രം പാഞ്ചാല രാജ്യന് താൻ പകുതി രാജ്യം ദാനം നൽകുകയാണെന്നും പറഞ്ഞ് ദ്രോണൻ പകുതിയോളം വരുന്ന രാജ്യം സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. ദ്രോണന്റെ വാക്കുകൾ കേട്ട പാഞ്ചാല രാജൻ ലജ്ജിച്ചു. യഥാർത്ഥത്തിൽ ബ്രാഹ്മണ മഹത്വത്തിനു മുമ്പിലുള്ള തലകുനിക്കലായിരുന്നു അത്. ദ്രോണൻ ദാനമായി നൽകിയ പകുതി രാജ്യവുമായി ബന്ധനമുക്തനാക്കപ്പെട്ട പാഞ്ചാലൻ ഉള്ളിൽ കത്തുന്ന പകയോടെ അവിടെ നിന്നും യാത്രയായി. പാഞ്ചാലൻ പോയ ശേഷം ദ്രോണാചാര്യർ തന്റെ അരുമ ശിഷ്യനായ അർജുനനെ അരികിൽ വിളിച്ചു പറഞ്ഞു, ഹേ പാർത്ഥ, ഏതെങ്കിലും കാരണവശാൽ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും യുദ്ധത്തിന് മുതിർന്നാൽ യാതൊരു മടിയും കൂടാതെ നീ എന്നോട് യുദ്ധം ചെയ്യുമെന്ന് സത്യം ചെയ്യണം. ഗുരുവിന്റെ ഏതൊരാജ്ഞയും ശിരസാ വഹിക്കുന്ന പാർത്ഥൻ അങ്ങനെ സത്യം ചെയ്തു.